ഹായ് ഓൾ വെൽക്കം ടു മെൻഡേഴ്സ് കൊമേഴ്സ് അക്കാദമി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് +2 HSC മാനേജ്മെൻറ്റിലെ ചാപ്റ്റർ 1 ബാക്കിയുള്ള പോർഷൻസ് ആണ്. ഇന്നത്തോടുകൂടി നമ്മുടെ ചാപ്റ്റർ 1 അവസാനിക്കും. നമുക്ക് നോക്കാം. മെത്തേഡ്സ് ഓഫ് മെഷറിംഗ് നാഷണൽ ഇൻകം. നമുക്ക് 3 മെത്തേഡാണ് നാഷണൽ ഇൻകം മെഷർ ചെയ്യുന്നതിലുള്ളത്. എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് വാല്യൂ ആഡഡ് മെത്തേഡ്, 2 ഇൻകം മെത്തേഡ്, 3 എക്സ്പെൻഡിച്ചർ മെത്തേഡ്. അപ്പോൾ വാല്യൂ ആഡഡ് മെത്തേഡ് എന്താ നോക്കാം. അണ്ടർ ദിസ് മെത്തേഡ് നാഷണൽ ഇൻകം ഈസ് മെഷർഡ് ബൈ ആഡിങ് അപ്പ് മണി വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കൺട്രി ഡ്യൂറിങ് ദി ഇയർ. വാല്യൂ ആഡഡ് മെത്തേഡിൽ പറയുന്നത് നാഷണൽ ഇൻകം മെഷർ ചെയ്യുന്നത് നമ്മുടെ രാജ്യത്ത് ഇതുവരെയും പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള എല്ലാ ഐറ്റത്തിൻ്റെയും ടോട്ടൽ മണി വാല്യൂ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ നാഷണൽ ഇൻകം കണക്കാക്കുന്നത്. അപ്പോൾ വാല്യൂ ആഡഡ് മെത്തേഡിൽ നമ്മൾ നാഷണൽ ഇൻകം, ഒരു രാജ്യത്തിൻ്റെ ദേശീയ വരുമാനം കണക്കാക്കുന്നത് എങ്ങനെയാണ്? ആ രാജ്യത്ത് ആ വർഷത്ത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെയും ടോട്ടൽ വാല്യൂ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആ വർഷത്തെ ദേശീയ വരുമാനം കിട്ടും. അപ്പോൾ അതിൽ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ആദ്യം ക്ലാസിഫൈ ദി ഇക്കോണമി. നമ്മുടെ ഇക്കോണമിനും തരംതിരിക്കുക നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെർഷ്യറി സെക്ടർ. അപ്പോൾ പ്രൈമറി സെക്ടറിൽ എന്താ വരിക? നമുക്കിത് എക്സ്പ്ലനേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് എഴുതാം? പ്രൈമറി സെക്ടറിൽ എന്ത് വരും? അഗ്രികൾച്ചർ, മെയിനായിട്ടുള്ള കാര്യങ്ങൾ അഗ്രികൾച്ചർ. അതുപോലെ നഴ്സറികൾ, നമ്മുടെ രാജ്യത്ത് നിന്നല്ല, നമ്മുടെ ഇക്കോണമിയിൽ നിന്ന്, നമ്മുടെ ഇതിൽ നിന്ന് നേരിട്ട് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക, സിയിൽ നിന്ന്. ഇപ്പോൾ പ്രൈമറി സെക്ടർ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ബിസിനസ് സ്റ്റഡീസിലെ. ജനറ്റിക് സെക്ടറും എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രിയും, നമ്മുടെ പെട്രോളിയം പ്രൊഡക്റ്റ് കുഴിച്ചെടുക്കുന്നു, കടലിൽ നിന്ന് നമ്മൾ മീൻ പിടിക്കുന്നു, അതൊക്കെ പ്രൈമറി സെക്ടറിന് എക്സാമ്പിളാണ്. എന്ന് വെച്ചാൽ പ്രാഥമിക സെക്ടർ. ഇനി വരുന്നതാണ് സെക്കൻഡറി സെക്ടർ. സെക്കൻഡറി സെക്ടറിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? അവിടെയാണ് നമ്മുടെ ഇൻഡസ്ട്രിയും മാനുഫാക്ചറിങ് വന്നത്, മാനുഫാക്ചറിങ്ങും കൺസ്ട്രക്ഷനും ഒക്കെ വന്നത്. അവിടെ നമ്മൾ പ്രൈമറി സെക്ടറിൽ നിന്ന് കളക്ട് ചെയ്ത റോ മെറ്റീരിയൽസിനെ ഫിനിഷ്ഡ് പ്രൊഡക്റ്റാക്കി മാറ്റുന്നതാണിത് സെക്കൻഡറി സെക്ടറിൽ നമ്മൾ ചെയ്തത്. അവിടെയാണ് നമ്മൾ പേപ്പർ മാനുഫാക്ചറിങ്, പലതരം ഇൻഡസ്ട്രീസ് പഠിച്ചു. പ്രോസസ്സിങ്, സിന്തറ്റിക്, അനലിറ്റിക്കൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. +1 ബിസിനസ് സ്റ്റഡീസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി ടെർഷ്യറി സെക്ടറിൽ എന്താ വരുന്നത്? ഇറ്റ്സ് എ സർവീസ് സെക്ടർ. ഈ പ്രൈമറി സെക്ടറിനും സെക്കൻഡറി സെക്ടറിനും ആവശ്യമായിട്ടുള്ള സേവനങ്ങൾ ചെയ്തു കൊടുക്കുന്ന സെക്ടറാണ് ഇത് ടെർഷ്യറി സെക്ടർ എന്ന് പറയുന്നത്. അതിന് ഏത് എക്സാമ്പിൾ വരുന്നത്? നമ്മുടെ ബാങ്കിങ്, ഇൻഷുറൻസ്, ട്രാൻസ്പോർട്ടേഷൻ, വെയർ ഹൗസിങ്, ഇതൊക്കെ ഇതിന് എക്സാമ്പിളാണ്, ടെർഷ്യറി സെക്ടറിന് എക്സാമ്പിളാണ്. അപ്പോൾ നമ്മൾ ഈ വാല്യൂ ആഡഡ് മെത്തേഡ് പ്രകാരം നാഷണൽ ഇൻകം കാണുമ്പോൾ നമ്മുടെ ഇക്കോണമീനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. അത് പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി. ഇനി അത് കഴിഞ്ഞ് രണ്ടാമത്തെയാണ് എസ്റ്റിമേഷൻ ഓഫ് നെറ്റ് വാല്യൂ ആഡഡ്. The second step is to find out the net value added at factor cost within the domestic territory of a country. നമ്മുടെ രാജ്യത്തിനകത്ത് എന്തോരം ഗുഡ്സും സർവീസസും പ്രൊഡ്യൂസ് ചെയ്തു, അതിൻ്റെ രാജ്യത്തിനകത്തുള്ള ഗുഡ്സും സർവീസസിൻ്റെ ടോട്ടൽ വാല്യൂ കണക്കാക്കുന്നതാണ് ഇത് നെറ്റ് വാല്യൂ ആഡഡ് എന്ന് പറയുന്നത്. നെറ്റ് വാല്യൂ ആഡഡ് അറ്റ് ഫാക്ടർ കോസ്റ്റ് വിത്തിൻ ദി ഡൊമസ്റ്റിക് ടെറിട്ടറി ഓഫ് എ കൺട്രി. നമ്മുടെ രാജ്യത്തിനകത്ത് പ്രൊഡ്യൂസ് ചെയ്ത ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ വാല്യൂ കണക്കാക്കി. തേർഡ് വരുന്നതാണ് എസ്റ്റിമേഷൻ ഓഫ് നാഷണൽ ഇൻകം. നാഷണൽ ഇൻകം കണക്കാക്കുന്നു വെൻ വി ആഡ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് ടു നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. നമ്മുടെ നെറ്റ് രാജ്യത്തിനകത്ത് മാത്രം പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഐറ്റത്തിന് നമ്മൾ എന്ത് പറയുന്നത്? വാല്യൂ ആണ് നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, NDP. അതിൻ്റെ കൂടെ നമ്മൾ എന്തും കൂടെ ആഡ് ചെയ്തു? ഇൻകം ഫ്രം എബ്രോഡും കൂടെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നാഷണൽ ഇൻകം കിട്ടി. അപ്പോൾ നിങ്ങളിതിൽ മനസ്സിലാക്കേണ്ടത് വാല്യൂ ആഡഡ് മെത്തേഡ് പ്രകാരം നമ്മൾ നാഷണൽ ഇൻകം, ഒരു രാജ്യത്തിൻ്റെ ദേശീയ വരുമാനം കണക്കാക്കുന്നത് എങ്ങനെയാണ്? ആ രാജ്യത്ത് ആ വർഷത്ത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ടോട്ടൽ വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, ടോട്ടൽ വാല്യൂ, ഫൈനൽ വാല്യൂ ഓഫ് ഓൾ ഗുഡ്സ് ആൻഡ് സർവീസസ്, നമ്മുടെ രാജ്യത്തിനകത്ത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ വാല്യൂ എല്ലാം ആഡ് ചെയ്ത് എന്ത് കിട്ടി? നമുക്ക് ടോട്ടൽ വാല്യൂ ആഡഡ് മെത്തേഡ് പ്രകാരം നമ്മുടെ നാഷണൽ ഇൻകം നമുക്ക് കിട്ടി. ഇനി രണ്ടാമത്തെയാണ് എന്ത്? ഇൻകം മെത്തേഡ്. അപ്പോൾ എങ്ങനെയായിരിക്കും ഇൻകം മെത്തേഡ് പ്രകാരം നാഷണൽ ഇൻകം കണക്കാക്കുക? ദിസ് മെത്തേഡ് മെഷർ നാഷണൽ ഇൻകം ഫ്രം സൈഡ് ഓഫ് പേയ്മെൻറ്റ് മെയ്ഡ് ടു പ്രൈമറി സെക്ടേഴ്സ് ഫോർ പ്രൊഡക്ഷൻ ഇൻ ദി ഫോം ഓഫ് റെൻറ്റ്, വേജ്, ഇൻട്രസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് ഫോർ ദെയർ പ്രൊഡക്റ്റീവ് സർവീസ് in an accounting year. National income is calculated by adding up factor income generated by producing all units within the domestic economy of 1 year. അപ്പോൾ ആ വർഷത്തിൽ എത്ര ടോട്ടൽ ഇൻകം ജനറേറ്റ് ചെയ്തിട്ടുണ്ട് അതെല്ലാം ആഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇൻകം മെത്തേഡ് പ്രകാരം നമ്മൾ നാഷണൽ ഇൻകം കാണുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ഇൻകം വരുന്നത്? റെൻറ്റ്,
റെന്റ് കൊടുക്കുന്നു, വേജ് കൊടുക്കുന്നു, അതുപോലെ ഇൻട്രസ്റ്റ്, നമുക്ക് പ്രോഫിറ്റ് കിട്ടി. അപ്പോൾ ഈ റെന്റ് എന്നുള്ള ഇൻകം, വേജ് എന്നുള്ള ഇൻകം, ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുന്നത്, പ്രോഫിറ്റ് ആയിട്ട് കിട്ടുന്നത്, ഈ 4 തരത്തിലുള്ള ഇൻകംസും ആഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് കണക്കാക്കുന്നു? ഇൻകം മെത്തേഡ് പ്രകാരം നാഷണൽ ഇൻകം കണക്കാക്കുന്നു. അപ്പോൾ ഇൻകം മെത്തേഡിൽ എന്താ ചെയ്യുക? ഈ രീതി ദേശീയ വരുമാനം കണക്കാക്കുന്നത് ഒരു അക്കൗണ്ടിംഗ് വർഷത്തിലെ അവരുടെ ഉൽപാദന സേവനങ്ങൾക്കുള്ള, അവർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടല്ലോ, അതിന് അവർക്ക് റിട്ടേൺ കിട്ടുന്നുണ്ട്. അവർക്ക് വാടക കിട്ടിയത്, അവർക്ക് കിട്ടിയ വേതനം, അവരുടെ ഇൻട്രസ്റ്റ്, അതാണ് ഈ താല്പര്യങ്ങൾ എന്ന് പറയുന്നത്, ലാഭം എന്നിവയുടെ രൂപത്തിൽ ഉൽപാദകന്റെ പ്രാഥമിക ഘടകങ്ങളിലേക്ക് നടത്തുന്ന പേയ്മെന്റുകളുടെ ഭാഗത്താണ് ദേശീയ വരുമാനം കണക്കാക്കുന്നതിന് ഒരു വർഷത്തേക്ക് ആഭ്യന്തര സമ്പദ് വ്യവസ്ഥയിലെ എല്ലാ ഉൽപാദന യൂണിറ്റുകളും സൃഷ്ടിക്കുന്ന ഘടക വരുമാനം കൂട്ടിച്ചേർക്കുന്നു. അതാണ് ഈ 4 വരുമാനങ്ങൾ ആഡ് ചെയ്തിട്ട് എന്ത് കണക്കുന്നു? ഇൻകം മെത്തേഡ് പ്രകാരം ദേശീയ വരുമാനം കണക്കാക്കുന്നു, നാഷണൽ ഇൻകം കണക്കാക്കുന്നു. ഇനി എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്താ? Under this method, national income is calculated by measuring final expenditure on GDP. It consists of private and government final consumption expenditure, gross fixed capital formation, net export, and സർവീസ് എക്സെട്ര. ഇവിടെ ചെലവുകൾ മുഴുവൻ കൂട്ടുക ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്തൊക്കെ കൂട്ടും? നമ്മുടെ ഫൈനൽ കൺസംഷൻ കൂട്ടും, ഗവൺമെൻറ് ഫൈനൽ കൺസംഷൻ കൂട്ടും, അതുപോലെ ടാക്സ് കൂട്ടും, അതുപോലെ നെറ്റ് എക്സ്പോർട്ട്, ഇമ്പോർട്ട് മൈനസ് എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട്, അതാണ് നെറ്റ് എക്സ്പോർട്ട്. മൊത്തം കയറ്റുമതിയിൽ നിന്ന് നമ്മുടെ ഇറക്കുമതി കുറച്ചതിനാണ് നമ്മൾ നെറ്റ് എക്സ്പോർട്ട് എന്ന് പറയുന്നത്. അതുപോലെ ഗ്രോസ് ഫിക്സ്ഡ് ക്യാപിറ്റൽ ഫോർമേഷൻ, ഇത് മൂന്നും ആഡ് ചെയ്ത് നമ്മുടെ ചെലവുകൾ മുഴുവൻ ആഡ് ചെയ്ത് കിട്ടുന്നതായിരിക്കും എന്ത്? ഈ എക്സ്പെൻഡിച്ചർ മെത്തേഡ് പ്രകാരം നമ്മുടെ നാഷണൽ ഇൻകം. ഇത് ചോദിക്കും, വാല്യൂ ആഡഡ് മെത്തേഡ്, ഇൻകം മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ഒന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ വാല്യൂ ആഡഡ് മെത്തേഡിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ആ രാജ്യത്ത് ആ വർഷം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന സാധനങ്ങളെയും സേവനങ്ങളുടെയും മുഴുവൻ വാല്യൂ കൂട്ടിയിട്ട് എന്ത് കണക്കാക്കുന്നു? നാഷണൽ ഇൻകം കണക്കാക്കുന്നു. ഇൻകം മെത്തേഡ് പ്രകാരം നമ്മൾ എന്താ ചെയ്യുന്നത്? ആ ഒരു വർഷത്തിൽ ആ രാജ്യത്ത് ഉണ്ടായിട്ടുള്ള മൊത്തം വരുമാനങ്ങൾ എന്തിൻ്റെ ഫോമിലായിരിക്കും? വരുമാനങ്ങൾ നമുക്ക് കിട്ടിയിട്ടുള്ള റെൻറ്റ്, വേജ്, പ്രോഫിറ്റ്, ഇൻട്രസ്റ്റ്, ഈ വരുമാനങ്ങളെല്ലാം ആഡ് ചെയ്ത് കിട്ടുന്നതാണ് ഇൻകം മെത്തേഡ് പ്രകാരം നമ്മുടെ നാഷണൽ ഇൻകം. എക്സ്പെൻഡിച്ചർ മെത്തേഡ് പ്രകാരം നോക്കുകയാണെങ്കിൽ ആ രാജ്യത്ത് മുഴുവൻ ചെലവുകൾ, ആ വർഷം ഉണ്ടായിട്ടുള്ള ചെലവുകൾ നമ്മൾ ആഡ് ചെയ്ത് നോക്കുന്നു. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഫൈനൽ കൺസംഷൻ, അതുപോലെ തന്നെ ടാക്സ് കൊടുത്തത്, അതുപോലെ തന്നെ ഗ്രോസ് ഫിക്സ്ഡ് ക്യാപിറ്റൽ ഫോർമേഷൻ, നെറ്റ് എക്സ്പോർട്ട്, ഇതെല്ലാം ആഡ് ചെയ്ത് കിട്ടുന്നതാണ് ഇത് എക്സ്പെൻഡിച്ചർ മെത്തേഡ് പ്രകാരം നമ്മുടെ നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. ഇനി അടുത്തതൊന്ന് പഠിച്ചു വയ്ക്കുക, പ്രോബ്ലംസ് ഇൻ മെഷർമെൻറ്റ് ഓഫ് നാഷണൽ ഇൻകം. ഈ മെത്തേഡ് ഓഫ് കാൽക്കുലേറ്റിംഗ് നാഷണൽ ഇൻകം ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഇപ്പോഴും ചോദിക്കും. പ്രോബ്ലംസ് ഇൻ ദി മെഷർമെൻറ്റ് ഓഫ് നാഷണൽ ഇൻകം വരുന്നുണ്ട്. എക്സിസ്റ്റൻസ് ഓഫ് നോൺ മോണിറ്റൈസ്ഡ് ട്രാൻസാക്ഷൻസ്. അപ്പോൾ ഒന്നാമത്തെ ഒരു ലിമിറ്റേഷൻ, അല്ലെങ്കിൽ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വരുന്ന സമയത്ത് ഉണ്ടാകുന്ന കുറച്ച് ബുദ്ധിമുട്ടുകളാണ് എന്ത്? Existence of non-monetized transaction. There are certain transaction in India which is considerable a part of output does not come into market. ഈ നോൺ മോണിറ്റൈസ്ഡ് ആണ്. ഇപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും പൈസ തന്നെ കൊടുക്കണമെന്നില്ല. അപ്പോൾ പൈസ എക്സ്ചേഞ്ച് ചെയ്യാതെ, കൊടുക്കാതെ നടത്തുന്ന ട്രാൻസാക്ഷൻസ് ഒന്നും എന്ത് ചെയ്യില്ല, അതൊന്നും കണക്കിലെടുക്കില്ല. പിന്നെ ഇല്ലിറ്ററസി, മെജോറിറ്റി ഓഫ് പീപ്പിൾ ഇൻ ഇന്ത്യ ആർ ഇല്ലിറ്ററേറ്റ് ആണ്. ഡസ് നോട്ട് കീപ് അക്കൗണ്ട്സ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ നമ്മൾ പല രാജ്യത്തുള്ളവർക്ക് എന്താ കണക്കുകൾ രേഖപ്പെടുത്താനോ ഒന്നും എഴുതി വെക്കാനൊന്നും അറിയില്ല. ഇതൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാലാണ് ഇതൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ ടാക്സേഷൻ പർപ്പസിനും അതുപോലെ തന്നെ നമ്മൾ വരുമാനം കണക്കാക്കുന്നതിനെ നമുക്ക് എടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇല്ലിറ്ററസി കാരണം എന്താ, എല്ലാ ഇൻകങ്ങളും എക്സ്പെൻഡിച്ചറുകളും ഒന്നും എന്താ റെക്കോർഡ് ആവുന്നില്ല. സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിഫിക്കൽട്ടീസ്, ലാക്ക് ഓഫ് ആഡിക്വേറ്റ് ഡാറ്റ. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇല്ലിറ്ററേറ്റ് ആയ കാരണം തന്നെ പലരും ഡാറ്റകളൊന്നും റെക്കോർഡ് ചെയ്യുന്നില്ല, കണക്കുകളൊന്നും രേഖപ്പെടുത്തുന്നില്ല. ലാക്ക് ഓഫ് ഡിഫറൻസിയേഷൻ ഇൻ ഇക്കണോമിക് ഫംഗ്ഷൻ, ഡബിൾ കൗണ്ടിങ് എന്ന് വെച്ചാൽ ഓൾറെഡി കൗണ്ട് ചെയ്തത് ഒന്നും കൂടെ കൗണ്ട് ചെയ്യുക. നമ്മുടെ ഓൾറെഡി കണക്ക് കൂട്ടിയ വരുമാനങ്ങൾ പിന്നെയും കൂട്ടി പോവുക, ഡബിൾ കൗണ്ടിങ് എന്ന് പറയും. ആർ സം സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിഫിക്കൽട്ടീസ് ആണ്, കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിഫിക്കൽട്ടീസ് വരുന്നുണ്ട്. അടുത്തത് the calculation of depreciation. There is no accepted standard rates for depreciation applicable to the various categories of machine. അവിടെ എന്തില്ല, ഡിപ്രീസിയേഷൻ നമ്മൾ കണക്കാക്കും. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ചാലാണ് നമുക്ക് എന്ത് കിട്ടിയത്? നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് കിട്ടിയത്. അപ്പോൾ പലരും പല രീതിയിലായിരിക്കും ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടാവുക. അതിന് ഡിപ്രീസിയേഷൻ ഇൻകം ടാക്സിലൊക്കെ ഒരു റേറ്റ് പറയുന്നുണ്ടെന്നല്ലാതെ നമ്മുടെ അക്കൗണ്ടിങ് പോയിന്റ് ഓഫ് വ്യൂവിൽ വരുമ്പോൾ ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള റേറ്റ് ഇതിനില്ല, നമ്മുടെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനില്ല. അപ്പോൾ കാൽക്കുലേഷൻ ഓഫ് ഡിപ്രീസിയേഷനും എന്ത് വരുന്നുണ്ട്? ഡിഫിക്കൽട്ടീസ് വരുന്നുണ്ട്. ഇനി കൺസെപ്ച്വൽ ഡിഫിക്കൽട്ടീസ് ഉണ്ട്, ആശയപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്.
It relates to definition of national income, methods used in measuring national income, etc. ഇത് ദേശീയ വരുമാനത്തിന്റെ നിർവചനം, ദേശീയ വരുമാനം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന രീതി എന്നിവയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ആശയപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഏതിൽ വരുന്നു? നാഷണൽ ഇൻകത്തിന്റെ കാൽക്കുലേഷനിൽ നമുക്ക് വരുന്നുണ്ട്. അതിൽ നിന്നും കുറച്ച് പോയിന്റ്സ്, 2-4 പോയിന്റ് എങ്കിലും പഠിച്ചു വെക്കാം. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ബിസിനസ് സൈക്കിൾ. അതില്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ വളരെ റെയർ ആണ്. അത് അത്രയും പഠിച്ചു പോകേണ്ട ഒരു ടോപ്പിക്കാണ്, വരച്ചെഴുതാൻ തന്നെ പഠിക്കണം. അപ്പോൾ ബിസിനസ് സൈക്കിൾ എന്ന് പറയുന്നത് നമ്മുടെ ഇക്കോണമി ഈ കാണുന്ന പോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആവണമെന്നില്ല എപ്പോഴും. കണ്ടില്ലേ, ഇതുപോലൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിക്കൊള്ളണമെന്ന് ഇല്ല. ഇക്കോണമിയിൽ എന്ത് വരും? ഉയർച്ച താഴ്ചകൾ വന്നുകൊണ്ടേയിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. ഇക്കോണമി ഒരിക്കലും ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെ ഇരിക്കില്ല. അവിടെ എന്തുണ്ടാവും? എപ്പോഴും ഉയർച്ച താഴ്ചകൾ വന്നുകൊണ്ടേയിരിക്കും. ആ ഉയർച്ച താഴ്ചകൾ ഉണ്ടാവില്ലേ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്ലക്ച്വേഷൻ, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ബിസിനസ് സൈക്കിൾ എന്ന് പറയാം. ഈ വ്യതിയാനങ്ങളെ നമുക്ക് എന്ത് പറയാം? ബിസിനസ് സൈക്കിൾ എന്ന് പറയാം. ഇറ്റ് മീൻസ് ആൾട്ടർനേറ്റ് എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഇൻ ഓവറോൾ ആക്ടിവിറ്റി. ചില സമയത്ത് എന്തായിരിക്കും? ആക്ടിവിറ്റി എക്സ്പാൻഡ് ചെയ്യുന്ന വെച്ചാൽ കൂടും, ചില സമയത്ത് കോൺട്രാക്ഷൻ ആണ്, കുറയും. അപ്പോൾ അതൊന്ന് നോക്കി വെക്കണം. ഇനി സ്റ്റേജസ് ഓഫ് ബിസിനസ് സൈക്കിൾ ആണ് പറയുന്നത്. നമുക്ക് പഠിക്കാനുള്ളത് ബൂം പീരീഡ്. നമുക്ക് 4 സ്റ്റേജ് ആണുള്ളത്. ഒന്ന് ബൂം, ഒന്ന് റിസഷൻ, ഒന്ന് ഡിപ്രഷൻ, റിക്കവറി. അപ്പോൾ ആദ്യം നമുക്ക് ഇവിടെ നിന്ന് നോക്കാം. ട്രഫ് എന്ന് പറയുന്നൊരു സ്റ്റേജ് ഉണ്ട്. ട്രഫ് എന്ന് പറയുന്നത് ഡിപ്രഷനും റിക്കവറിക്കും ഇടയിൽ വരുന്ന പോയിന്റിനാണ് നമ്മൾ എന്ത് പറയാ? ട്രഫ് എന്ന് പറയാം. പിന്നെ ഇവിടുന്ന് തുടങ്ങുന്നുണ്ട് റിക്കവറി. ആദ്യം നമുക്ക് ബൂം നോക്കാം. ബൂം എന്ന് പറയുന്നത് നല്ലൊരു അവസ്ഥയാണ്, ബൂം പീരീഡ് ആണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം നല്ലൊരവസ്ഥയാണ്. അവിടെ GDP കൂടുതലാണ്, എല്ലാവർക്കും എംപ്ലോയ്മെൻ്റ് ഉണ്ട്, അവിടെ ഇൻകം ഉണ്ട്, അവിടെ നല്ല ഡിമാൻഡ് ഉണ്ട്, പ്രൈസ് നല്ല ഹൈ പ്രൈസ് ചാർജ് ചെയ്യുന്നുണ്ട്, അവിടെ എല്ലാം നല്ലൊരു സിറ്റുവേഷൻ ആണെന്ന് പറയാം. ബൂം പീരീഡ് ആണ്. ബൂം ഈസ് പീരീഡ് ഓഫ് പ്രോസ്പിരിറ്റി ആണ്. കാരണം എല്ലാം നമ്മുടെ വരുമാനം, റിയൽ ഇൻകം, അതുപോലെ തന്നെ റിയൽ ഇൻകം കൺസ്യൂംഡ്, റിയൽ ഇൻകം പ്രൊഡ്യൂസ്ഡ്, എല്ലാം എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി, അതുപോലെ തന്നെ ഡിമാൻഡ് കൂടുതലാണ്, പ്രൈസ് കൂടുതലാണ്. അങ്ങനെ കുറച്ച് പോയിന്റ്സ് പഠിച്ചിരിക്കും. GDP ഹൈ ആണ്. അപ്പം ഇക്കോണമിയിൽ എല്ലാം നന്നായി നിൽക്കുന്ന അവസ്ഥ, ഗുഡ് കണ്ടീഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബൂം എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? ആ ഒരു നല്ല കാലം നമ്മുടെ ലൈഫിൽ പോലെ തന്നെ എപ്പോഴും ഉണ്ടാവണമെന്നില്ല. ദെൻ നോർമലി എന്ത് സംഭവിച്ചു? ചെറിയ ചെറിയ ഏറ്റക്കുറച്ചിലുകൾ വന്നു തുടങ്ങി. ഇപ്പോൾ ഇത് ബൂം പീരീഡിലാണ് നമ്മൾ നിന്നിരുന്നത്. ബൂം പീരീഡിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? പതിയെ ഒന്ന് ഇറങ്ങി തുടങ്ങി. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിസഷൻ എന്ന് പറയുന്നത്. ഡിക്രീസിങ് ഡിമാൻഡ്, അവിടെ എല്ലാം കുറയാണ്. ഡിക്രീസിങ് ഡിമാൻഡ്, ഇൻക്രീസിങ് ബിസിനസ് ഫെയിലിയർ, അൺഎംപ്ലോയ്മെന്റ് കൂടി, തൊഴിലില്ലായ്മ കൂടി, GDP കുറഞ്ഞു തുടങ്ങി, ഡിമാൻഡ് കുറഞ്ഞു തുടങ്ങി, ബിസിനസ് ഫെയിലിയേഴ്സ് കൂടി തുടങ്ങി, ആരും ബിസിനസ്സിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വരാണ്ടായി. പക്ഷെ ഭൂമിയിൽ എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യും, ബിസിനസ് നല്ല സിറ്റുവേഷൻ ആണ്. എല്ലാം കുറഞ്ഞു വരുന്ന അവസ്ഥയെ നമുക്ക് എന്ത് പറയാം? റിസഷൻ എന്ന് പറയാം. ദെൻ ആ റിസഷൻ കണ്ടിന്യൂ ചെയ്തു. നമ്മൾ എവിടേക്ക് എത്തി? ഡിപ്രഷനിലോട്ട് എത്തി. ഡിപ്രഷൻ മീൻസ് വളരെ മോശം അവസ്ഥയാണ് ഡിപ്രഷൻ. അവിടെ വേജ് ഇല്ല, ആരും ജോലിക്ക് പോകുന്നില്ല, ജോലിക്ക് പോയാൽ ആർക്കും പൈസ കിട്ടുന്നില്ല, കോസ്റ്റ് വളരെ കുറവ്, പ്രൈസ് കോസ്റ്റ് കൂടുതൽ, വളരെ പ്രൈസ് വെരി ലോ, മഹസീവ് അൺഎംപ്ലോയ്മെൻ്റ് ആണ്, ഫോൾ ഇൻ അഗ്രിഗേറ്റ് ഇൻകം ഓഫ് ദി പീപ്പിൾ. അതുപോലെ തന്നെ GDP വളരെ കുറഞ്ഞു പോയി, അൺഎംപ്ലോയ്മെൻ്റ് ആയി. റൈസിങ്ങും ഡിക്രീസിങ്ങും ഒന്നുമല്ല, അൺഎംപ്ലോയിഡ് ആണ് എല്ലാവരും. അവിടെ ബിസിനസ്സുകൾ കംപ്ലീറ്റ് ഫെയിലിയർ ആയി, പ്രൊഡക്ഷൻ നടക്കുന്നില്ല, പ്രൈസ് വളരെ കുറവായി, ആരും ഡിമാൻഡ് ചെയ്യുന്നില്ല. ഇക്കോണമിയുടെ വേഴ്സ്റ്റ് സിറ്റുവേഷനെ നമുക്ക് എന്ത് പറയാം? ഇറ്റ്സ് ഡിപ്രഷൻ എന്ന് പറയാം. വളരെ മോശം അവസ്ഥ, ഒരു കൂലിയില്ല, ചെലവും വിലയും ഒക്കെ വളരെ കുറവ്, അങ്ങനെ ഒരു അവസ്ഥ. ദെൻ നമ്മൾ ആ ഡിപ്രഷൻ പിടിച്ചിരിക്കില്ല, നമ്മൾ എന്ത് ചെയ്യും? റിക്കവർ ചെയ്യാൻ ശ്രമിക്കും. നമ്മൾ പതുക്കെ പതുക്കെ പൊന്തി തുടങ്ങാനായിട്ട് തുടങ്ങും. അതിനെ നമുക്ക് എന്ത് പറയാം? റിക്കവറി. ഡിപ്രഷൻ ലീഡ്സ് ടു റിക്കവറി. ആൾക്കാർ എന്ത് ചെയ്യും? കുറഞ്ഞ പൈസയാണെങ്കിൽ പോലും ജോലിക്ക് വന്നു തുടങ്ങും, അവർ ലോ വേജ് കിട്ടി തുടങ്ങും. അപ്പോൾ പിന്നെ ചെറിയ ചെറിയ ബിസിനസ്സുകൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വന്നു തുടങ്ങും. അങ്ങനെ അൺഎംപ്ലോയ്മെന്റ് എന്ന സിറ്റുവേഷൻസ് കുറച്ച് മാറും, ആൾക്കാരൊക്കെ ജോലിക്ക് വന്നു. അപ്പോൾ എന്നിട്ട് കയ്യിൽ കുറച്ച് പൈസ വന്നു, ഉള്ള പൈസ കൊണ്ട് അവർ സ്പെൻഡ് ചെയ്ത് തുടങ്ങി, അവർ കുറച്ചുകൂടെ കൺസംഷൻ വന്നു, അപ്പോൾ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നു.
പിന്നെ GDP ഇൻക്രീസ് ചെയ്ത് തുടങ്ങുന്നു, ഇൻകം ഇൻക്രീസ് ചെയ്ത് തുടങ്ങുന്നു, ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നു ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അപ്പോൾ പ്രോഫിറ്റ് കിട്ടി തുടങ്ങുന്നു. അങ്ങനെ ഇക്കോണമി കുറച്ച് മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് പോകുന്ന അവസ്ഥേനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിക്കവറി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 4 ഫേസാണ് ബിസിനസ് സൈക്കിളിനുള്ളത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നമുക്കൊന്നും സ്കിപ്പ് ചെയ്യാനില്ല. ഇത് വരച്ച് തന്നെ എഴുതാനായിട്ട് വരും. അപ്പോൾ ഇന്നത്തേതോടുകൂടെ നമ്മുടെ ചാപ്റ്റർ ഫസ്റ്റ് അവസാനിക്കുകയാണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ അപ്ഡേറ്റ്സിന് വേണ്ടി എൻ്റെ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.